ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുടെ അപ്രതീക്ഷിത പ്രതിഷേധത്തിൽ ഞെട്ടിത്തരിച്ച് ബി ജെ പി നേതാക്കൾ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുണ്ടായത്. ഒരു തരത്തിലും പിന്തിരിപ്പിക്കാൻ കഴിയാത്ത വിധം രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിലയുറപ്പിക്കുന്ന കാഴ്ച, പിന്നീട് അവിടേക്ക് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്ന കാഴ്ച. എന്തായാലും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ യുവാക്കളുടെ പ്രശ്നം ഏറ്റെടുത്തതിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രശംസ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി നരേന്ദ്രമോദിക്ക് വലിയ മനംമാറ്റമുണ്ടായി എന്ന ചില സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. നരേന്ദ്രമോദി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കും എന്ന വിവരം ദില്ലിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോട് രാജി ചോദിച്ചു വാങ്ങാനുള്ള സാധ്യത തെളിയുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇല്ലാതെ എന്തായാലും CJP പ്രതിഷേധം അവസാനിപ്പിക്കില്ല. അതുപോലെ ഇപ്പോൾ കോൺഗ്രസ് കൂടി പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കൂടി കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ എത്തുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. അത് നരേന്ദ്രമോദിയുടെ ഇമേജിനെ കാര്യമായി തന്നെ ബാധിക്കും. BJPക്ക് ഒരു തരത്തിലും പിന്നെ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. BJPയുടെ പ്രധാനമന്ത്രിയുടെ കസേര ഇളകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഇപ്പോൾ BJP കണക്ക് കൂട്ടുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം BJPക്കുള്ളിൽ സർക്കാരിനകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം രാഹുൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുമെന്ന് യാതൊരു സൂചനയും കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇന്ന് മല്ലികാർജുൻ ഖാർഗെയുടെ പിറന്നാളായിരുന്നു. അതിനുവേണ്ടി കോൺഗ്രസിന്റെ പല മുഖ്യമന്ത്രിമാരും ദില്ലിയിലെത്തിയിരുന്നു. ഒപ്പം രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, മറ്റ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഉണ്ടായിരുന്നു. കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ നടത്തി. ആഘോഷങ്ങൾക്ക് ഒടുവിൽ കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ ഗാന്ധി പൊടുന്നനെ പറയുകയായിരുന്നു, നമ്മൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്താൻ പോവുകയാണ്, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നമ്മൾ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു എന്ന്. ഇതോടുകൂടി കോൺഗ്രസ് നേതാക്കൾ പോലും ഞെട്ടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അവർ അവിടെ പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി BJP നേതാക്കളും ഒപ്പം കേന്ദ്ര മന്ത്രിമാരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. രാഹുൽ എത്തിയ 10 മിനിറ്റുകൾക്കകം തന്നെ കേന്ദ്രമന്ത്രി അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി രാഹുലിനെ അനുനയിപ്പിക്കാൻ. പക്ഷേ രാഹുൽ ഒരു തരത്തിലും ആ അനുനയത്തിന് വഴങ്ങിയില്ല എന്നതാണ് കാര്യം. ഇന്ന് ദേശീയ മാധ്യമങ്ങളിലടക്കം രാഹുൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും രാജ്യത്തെ യുവാക്കളുടെ പ്രശ്നം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തതിൽ ഇപ്പോൾ കയ്യടികൾ തുടരുകയാണ്. ഇതോടുകൂടി പ്രധാനമന്ത്രിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ അത്തരമൊരു നീക്കത്തിലേക്ക് BJP കടന്നേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്നത്.